ഹായ്, എല്ലാവർക്കും ബിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സുഖമാണെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ചുമ വന്നിട്ട് ത്രോട്ടൊക്കെ വല്ലാതിരിക്കുക, അല്ലാതെ കുഴപ്പമില്ല. ചുമ മാത്രമേ ഉള്ളൂ. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു ചുമ. അപ്പം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞ കിളിയുടെ കാര്യം കേട്ടോ. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനെ വളർത്തായിരുന്നല്ലോ. ലവ് ബേർഡ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്, കൂടുതലും ആൾക്കാർ. അപ്പം അതായി ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇനി ആരെങ്കിലും വളർത്തുന്നത് ഇങ്ങനെ വന്നയാണോ എന്നും അറിയത്തില്ല. അത് പോകത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് എന്നിട്ട് ബെൻസി എടുത്തും പറഞ്ഞ് ചേച്ചിയെന്നും പറഞ്ഞായിരുന്നു. അവരും പറഞ്ഞടി വളർത്താൻ നല്ലതായിരുന്നല്ലേ. ഞാൻ ബെൻസി എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് സെയിം ഇതുപോലുള്ള 2 കിളികൾ ഒരു വീട്ടിൽ. അവൾ പറഞ്ഞടി കൂടിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോഴത്തെ കിളികളെല്ലാം ഇങ്ങനെ വീട്ടിൽ തന്നെ വളർത്തി. ഞാൻ പറയടി അന്നേരം തന്നെ അത് അവിടെ കാഷ്ടിച്ച് വെച്ച്. നമുക്കറിയാവത്തില്ല, നിങ്ങൾ നമ്മളെ കൂടുതൽ അടുത്താൽ നമ്മളിൽ നിന്ന് മാറിപ്പോകത്തില്ല, നമ്മുടെ കട്ടിലേൽ അവിടെയൊക്കെ വന്ന് ചെയ്യത്തില്ല. നമുക്ക് അധികം സൗകര്യവും ഇല്ലല്ലേ. പിന്നെ അപ്പച്ചനത് ഇഷ്ടേ അല്ലായിരുന്നു. അപ്പച്ചൻ അത് വന്നപ്പോൾ തൊട്ട് പിള്ളേരെ വഴക്ക് പറയുമായിരുന്നു, ഓടിച്ച് കളയുന്നു. പോളാണെങ്കിൽ അതിൻ്റെ കുറേ അങ്ങ് കരയുമായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാനും അങ്ങ് സമ്മതിച്ചേനെയായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഞങ്ങളെ വിളിക്കാൻ വരുന്ന സമയത്ത് ഇവർ ഒരു 5-6 ദിവസം ഇവരും ഇവിടുന്ന് നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആര് നോക്കും? അതുകൊണ്ടൊക്കെയുള്ള ഒരിതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കൂടുതലങ്ങ് ഇൻട്രസ്റ്റ് എടുത്തില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റിൽ എന്നാൽ നമുക്ക് ഒരു ബക്കറ്റ് പിടിച്ച് വെച്ചിട്ട് റീച്ചാൻ പോയി കൂട് വാങ്ങിച്ചുകൊണ്ട് വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അതൊന്ന് ഓടിയങ്ങ് പോയി. എന്തോ ഞാൻ കാണാൻ നല്ല രസമായിരുന്നു. പമ്മി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കിതിനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് സൗകര്യം ഇല്ലല്ലോ അങ്ങനെ. പിന്നെ എല്ലാവരും താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും. പിന്നെന്താ, അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഗാർഡൻ ഇങ്ങനെ നടക്കാൻ പോയാണ്. ഒരു മലയാളിയുടെ മലയാളം കേട്ടോണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ പ്രീത പറഞ്ഞായിരുന്നു, എൻ്റെ വിജി ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രീത പാർക്കിൽ നിന്ന് നടക്കാൻ പോകണേ ഒരു മലയാളിയെ കണ്ടോണ്ടേ ഇങ്ങനെ ചിരിച്ചു. പിറ്റേന്ന് കണ്ടോണ്ടേ പുള്ളിക്കാർ ചിരിച്ചില്ല. അത് പിന്നെ മലയാളികളുടെ സൗണ്ട് കേട്ടപ്പോഴും മലയാളം കേട്ടപ്പോഴും തിരിഞ്ഞു നോക്കത്തിന്. അത് സത്യമോ? അങ്ങനെ ചില സാധനങ്ങളുണ്ട്. ആരുമായിട്ടും ഒരു സഹകരണവും ഇല്ല. വലിയ മലയാളികൾക്കല്ലെങ്കിൽ ഇത്തിരി തലക്കനം കൂടുതലല്ലേ. ഞാൻ എന്നെ തന്നെ പറയുന്നത്, വേറെ ആരും ഇതിൻ്റെ വാലേ കയറി പിടിക്കണ്ട. ഇച്ചിരി തലക്കനം കൂടുതലാണ്. ഇപ്പോൾ ഒരാളെ കണ്ടൊന്ന് സംസാരിച്ചാൽ എന്തോ പോവും. പിന്നെ ചിലരുണ്ട് അങ്ങ് ഒലിപ്പിക്കും. പറച്ചിലും സംസാരവും കേട്ട മറ്റുള്ളവർക്ക് അങ്ങ് ഭയങ്കര ഉപകാരവും സഹായവും. ഞാനങ്ങ് ഭയങ്കര ആളാന്ന് പറയും. പക്ഷേ മനസ്സിൽ വേറെ ഇതായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോൾ ആരെയും എനിക്ക് പക്ഷേ ഞാനില്ല ഈ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് കുറേ ആൾക്കാരെ കണ്ടുകൊണ്ടായിരിക്കും കൂടുതലും ആൾക്കാരെ നമ്മൾ അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും കുറച്ച് നാൾ ഒന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമെന്ന്. പിന്നെ നമ്മളങ്ങ് പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. ചിലർ വെട്ടിത്തുറന്ന് പറയും, അവർ പക്ഷേ ശുദ്ധഭാവങ്ങളായിരിക്കും. അതേസമയം ഈ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമേ ഭയങ്കര അകം കറുപ്പായിരിക്കും, പുറത്ത് ഇങ്ങനെ വെളുത്ത് ചിരിച്ച് കാണിക്കും. അവരുടെ മനസ്സിൽ മറ്റുള്ളവർ നന്നാവണമെന്നുള്ള ഒരു ചിന്തയും കാണത്തില്ല. പറച്ചിൽ അങ്ങ് വലിയ നന്നാവണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പ്രീത പറഞ്ഞത് ശരിയാ. എന്നാൽ ഇപ്പം പ്രീതയും താമസിക്കാൻ എനിക്കൊന്ന് പൂനെയിലാണെന്ന് തോന്നുന്നു. നമ്മളൊരു അന്യസ്ഥാനം വിട്ട് വരുന്ന ഉടനെ ഒരു മലയാളിയെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. ഒന്ന് സംസാരിച്ചാൽ എന്തോ അവരുടെ പോകാനാ, അവരെന്തെങ്കിലും പിടിച്ചു വാങ്ങിച്ചോ. എനിക്ക് പക്ഷേ ആൾക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മലയാളികളേ ഇല്ല. അങ്ങനെ പലരുടെയും മലയാളികളെന്നല്ല പല ആൾക്കാർക്കും മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം വെക്കുന്ന ഇഷ്ടമല്ല. നമ്മളെപ്പോഴാണേലും മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം വെച്ച് ജീവിക്കുന്നത് നമുക്ക് എപ്പോഴാണേലും അത് നമുക്കൊരു ഗുണമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ എപ്പോഴും അങ്ങ് പോയി അങ്ങ് ഹായ് അടിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. കാണുമ്പോൾ ഒരു ഹായ് ബായ് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. പിന്നെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഇവിടെ പ്രൈസമ്മോൻ, ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നൊന്നും ഇവർ പ്രൈസം പക്ഷേ ഒന്നും കണ്ടില്ല. പ്രൈസം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. റേച്ചാൻ ലാസ്റ്റിലൊന്ന് കണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഇടല്ലേ. ഞാൻ പറഞ്ഞാൽ ഇടും, ഇതൊക്കെ എല്ലാം ഉള്ളൂ ഇത് ടൈം പാസ്. ബിൻസി ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, കൊച്ചുങ്ങളും അപ്പച്ചനും ഉണ്ടെങ്കിൽ വീഡിയോ രസമുണ്ടെന്ന്.
ഇവന്മാരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരുടെ ഒന്ന് വീഡിയോ എടുക്കാൻ ഒന്ന് പെടുന്ന പാട് എനിക്കറിയാം. ഇവർക്കൊക്കെ അപ്പോഴത്തേക്കും വലിയ ഗമയാണ് ഉള്ള. ഞാൻ എപ്പോഴും ഈ കുക്കിംഗ് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു ബോറ. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി കണ്ടോണ്ടേ പ്രൈസമ്മ ഭയങ്കര മാലിഷൊക്കെ ചെയ്യുന്നുണ്ട് പപ്പായ. അത് ഞാൻ അടുക്കളയിൽ നിന്നതാ ഇങ്ങനെ വെച്ചോണ്ട് ഇവരാരും അറിഞ്ഞില്ല ക്യാമറ ഓണാന്നുള്ളത്. ഇങ്ങനെ ഇപ്പോഴും എൻ്റെ ക്യാമറ ഇങ്ങനെ ഓണായിട്ട് കിടക്കില്ല. അപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് കഴിച്ചാൽ മനസ്സിലായി. ഓക്കെ, ഞാനീ പറഞ്ഞത് എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കത്തരം നല്ല സഹകരണം ഉള്ളവരും ഉണ്ട്. ചിലരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെജിറ്റബിൾ ഇടാതെ ഉണ്ടാക്കുന്നവർക്ക് അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾസ് ഇട്ട് ഇവന്മാർക്ക് വേണ്ടാന്ന് പറയും വെജിറ്റബിൾസ്. പിന്നെ ചില സമയത്ത് നിവർത്തി ഇല്ലാതെ പ്രൈസിനെ നിർബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നാലും അതിൻ്റെ അകത്ത് ചിലതൊക്കെ അവൻ്റെ അടുത്ത് മാറ്റി വെക്കും. ചിലപ്പോൾ ഞാൻ നിർബന്ധിക്കും, ചിലപ്പോൾ നിർബന്ധിക്കത്തില്ല. ഇന്നിപ്പോൾ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അവരുടെ ഇഷ്ടത്തിന് എപ്പോഴും അങ്ങ് ജബർദസ്തി അങ്ങ് നമ്മൾ സ്ട്രിക്റ്റ് ചെയ്താലും അത് കുഴപ്പം. അതുകൊണ്ട് ഞാൻ ഇന്ന് അവരുടെ ഇഷ്ടത്തിന് അവർ കഴിച്ചോട്ടെന്ന് ചിന്തിച്ച്. എനിക്ക് പ്ലെയിനായിട്ട് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇച്ചിരി എക്സ്ട്രാ മസാല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടും. പിന്നെ അതിൻ്റെ അകത്ത് ആ പൊടി ഇടും ഞാൻ. എന്നിട്ട് ഇപ്പം അതെല്ലാം പൊടികളെല്ലാം ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവാനായിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് അടച്ചിടും. അമ്മയ്ക്കുണ്ടല്ലേ, അമ്മയ്ക്ക് ഇവിടുത്തെ ഈ ചൈനീസ് സിവണ്ണൊക്കെ ഇട്ട ചൈനീസ് നൂഡിൽസ് ഉണ്ടല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇവിടെ വന്ന് നിന്നായിരുന്നല്ലേ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഇത് വീട്ടിൽ വാങ്ങിക്കുന്നതന്നെ അമ്മയ്ക്കത് ഇഷ്ടം. ഇന്നാളിലും ഫോൺ ചെയ്ത് തന്നെ എടുത്ത് പറഞ്ഞു അതിപ്പോഴും വാങ്ങിക്കുമോ അവിടെ. ഞാൻ പറഞ്ഞു അമ്മ സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല, ഈ പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്കത് ആ കളറും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമായെന്നാണ് പറയുന്നത്. ഇനി ഞാൻ തീ ഓഫാക്കുക. ഇനിയും കാണിക്കുന്ന വീഡിയോ അപ്പൻ്റെയും മോൻ്റെയും. റേച്ചാ ഇങ്ങനെ അങ്ങ് നിന്ന് കൊടുക്കും. ഞാനാണെങ്കിൽ അങ്ങനെ തലയെണ്ണ തേക്കട്ടെ എന്ന് പറഞ്ഞാൽ തലയെണ്ണ തേച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് അവൻ മാലിഷ് ചെയ്ത് കൊടുക്കുക. ഷേവിങ് ചെയ്യാൻ നേരം എല്ലാം അങ്ങ് നിന്ന് കൊടുക്കും. എന്നാൽ സ്ട്രിക്റ്റാണോ സ്ട്രിക്റ്റുമാ, പക്ഷേ ഇങ്ങനെയും ചെയ്യും. റേച്ചാനെ പേടിയുമാ പിള്ളേർക്ക്. അവർക്കെല്ലാം പപ്പായോട് പറയാനൊരു ഫ്രീഡം ഉണ്ട്. എൻ്റെ അടുത്ത് പറയും, പക്ഷെ ഇങ്ങനൊന്നും ഞാൻ നിന്ന് കൊടുക്കത്തില്ല. റേച്ചാൻ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ് റേച്ചാൻ അങ്ങ് ചമ്മിയും പോയി, ഞാൻ ഇങ്ങനെ ആംഗ്യം കാണിച്ച് മിണ്ടല്ലേന്ന്. മറ്റവൻ അവിടെ എന്തൊക്കെ ചെയ്യുമോ അത് നോക്കാമല്ലേ. അവൻ പറഞ്ഞ് ഞാൻ ഷേവ് ചെയ്ത് തരാമെന്ന്. അതെല്ലാം മുഖത്തിട്ട് തേപ്പിക്കുക. പിന്നെ ഞാൻ പോയി പാത്രങ്ങൾ അവിടെ നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പുറകെ നിന്നാൽ എൻ്റെ ജോലി നടക്കത്തില്ലല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പിന്നെ മീൻ ഒരെണ്ണമുണ്ട്, ചൂര കേര, അതെടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. അതൊന്ന് വെട്ടിക്കറി വയ്ക്കണം ഇന്ന്.
മീനൊക്കെ ഞാൻ വെട്ടിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഐസ് പോകുന്നതിന് മുമ്പിട്ട് അങ്ങ് വെട്ടിയാൽ നല്ലതെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അതങ്ങ് വെട്ടിയതാണ്. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് വെട്ടിയെല്ലാം കഴുകി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലേ. അപ്പം ഞാൻ തോരൻ വയ്ക്കാൻ പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പയർ തോരനാണ് വെക്കുന്നത്. ചില സമയത്ത് കിട്ടുന്ന പയർ നല്ലതല്ല. അതിച്ചിരി അതിനെ നമ്മൾ അരിയും ഇച്ചിരി വെള്ളം കണ്ടൻറ്റ് പോലെ ഇത്തിരി ഒന്ന് ചിലതങ്ങ് കുഴഞ്ഞ് ഒരു ടേസ്റ്റ് ഇല്ലാത്തതായിരിക്കും. ചിലത് പക്ഷേ നല്ലൊരു പച്ച നമുക്കുടെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മീൻകറിയൊക്കെ വെക്കുമ്പോഴായിരിക്കും അവൾ വരുന്നത്. അനുവേ അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കും അവളടുത്ത്, അനുവേ നീ അപ്പോൾ അവൾക്ക് 7-8 മാസം ആയില്ലേ. അപ്പോൾ ചോദിച്ചു, നീയാണോ ചോറും കറിയൊക്കെ വെച്ചിട്ടാണോ വരുന്നത് എന്നു പറഞ്ഞ് ഞാൻ ഒന്നീ വൈകിട്ട് പോയി ചെയ്തിട്ട് വരും, അല്ലെ രാവിലെ കുറച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ വെക്കും നീ എപ്പോഴും എന്നും എന്തോ ഈ വെക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ആൻറ്റി എന്നും ചിക്കൻ കാണുമോ? ഞാൻ പറഞ്ഞു, എന്നും ചിക്കൻ കാണുമോ? ആ ആൻറ്റി, അത് പണ്ട് കൊച്ചിലേ അവിടെ അപ്പൻ വീട്ടിൽ ഇരുന്ന് കുടിക്കുമായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരന് ഈ ചിക്കൻ വേണം. അവർക്ക് നമ്മുടെ വീട്ടിൽ ഒത്തിരി, നമ്മളിപ്പോൾ 1 കിലോയോ 1.5 കിലോയൊക്കെ വാങ്ങിക്കുന്ന പോലെയൊന്നും അവരങ്ങനെ വാങ്ങിക്കാറില്ല. കുറച്ചേൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചേ വാങ്ങിക്കത്തുള്ളൂ ആൻറ്റി, ചിലപ്പം 1/4 കിലോയോ 1/2 കിലോയോ അങ്ങനെ വാങ്ങിക്കും. എന്നിട്ട് ആ കറി അവൾക്കത് വേണം. അന്ന് ഈ കൊച്ചുങ്ങളങ്ങനെ ഇവർ പിള്ളേരായിരുന്ന സമയത്തേ അത് ശീലിച്ചത് കൊണ്ട് അവൾക്കും ചിക്കൻ ഇല്ലാതെ ഒക്കത്തില്ലെന്ന്. ആൻറ്റി ചിക്കൻ ഇല്ലാതെ എനിക്ക് ചോറ് ഇറങ്ങത്തില്ലെന്ന്. ഓരോരുത്തർക്കും ഓരോ ശീലം. നമുക്ക് ഇച്ചിരി മീൻകറി ഇല്ലാതെ, നമുക്കെന്ന് പറയാൻ എൻ്റെ കാര്യം ഞാൻ പറയും, മീൻകറി ഉണ്ടെങ്കിൽ സന്തോഷം. അതിൻ്റെ ഇച്ചിരി ചാറാന്നേലും മതി. അപ്പം ഞാൻ ഇൻട്രോയിൽ പറയാൻ മറന്നുപോയി. പ്രീത ചോദിച്ചായിരുന്നു, വിജി ഇപ്പോൾ അച്ചാറൊന്നും ഇടാറില്ലേന്ന്. ഞാൻ ഈ ഫെബ്രുവരി 1st വീക്കും ഇട്ടായിരുന്നു. കണ്ടില്ലായിരുന്നോ? ചിക്കൻ അച്ചാർ ഇട്ടായിരുന്നു. അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട് നാരങ്ങയും ഈന്തപ്പഴം കൂടി ഇട്ടു. ചിലപ്പം വീഡിയോ ഇടാറില്ല, ഞാൻ സ്റ്റാറ്റസിൽ ഇടത്തേ ഉള്ളൂ. ചില സമയങ്ങളിൽ എടുക്കും. കാരണം എന്നും നമ്മൾ ഈ ഇടുന്നത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ, ഈ പ്രോൺസ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓർഡർ അനുസരിച്ച് ഇടത്തുള്ളൂ. അപ്പം ഞാൻ പ്രോൺസ് ഇട്ടിട്ട് വീണ്ടും സ്റ്റാറ്റസിൽ ഇടുന്നുണ്ടെങ്കിൽ ആൾക്കാർ അപ്പോൾ ഇടുന്ന ഉടനെ ആ പറയുന്ന ഓർഡർ കൂടാതെ ഞാനൊരു 1/2 കിലോയോ 3/4 കിലോയോ കൂടുതലിടും. അപ്പോൾ അതിങ്ങനെ വീണ്ടും ആരെങ്കിലും ഓർഡർ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഓർഡർ ഇടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇടും. അന്നേരം അത് റിപ്പീറ്റ് പ്രോൺസ് തന്നെ. ഇപ്പോൾ 2-3 തീര പ്രോൺസ് അടുപ്പിച്ചിട്ടത്. അത് ഒത്തിരിയായിട്ട് ഇട്ടിട്ടില്ല. കുറേ ആൾക്കാരിങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പം, നമ്മൾ ഇടുന്ന അച്ചാറിൻ്റെ സ്റ്റാറ്റസ് ഇടുമ്പം വീണ്ടും ആൾക്കാരിങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ 1/4 കിലോ എങ്ങാനും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഓർഡർ വേറെ ആൾക്കാരുടെയും കൂടെ ഓർഡർ വന്നിട്ടേ ഇടും. 1/4 കിലോ ആയിട്ട് നമ്മൾ പ്രോൺസ് ഇട്ടാൽ ഒരു ഇതുമില്ല. എനിക്കിപ്പം 1/2 കിലോ പ്രോൺസ് വേണമെങ്കിൽ 1.5 കിലോ പ്രോൺസ് എടുത്ത് വാങ്ങിച്ച് അത് പൊളിച്ച് വരുമ്പം തന്നെ എന്തോ കാണും. എന്നാലേ നമുക്ക് 1/2 കിലോ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ കഥ പറഞ്ഞ് നമ്മുടെ മീനൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറക്കിയിട്ട് അതിനി ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നിങ്ങൾക്കറിയാമല്ലേ നമ്മുടെ സ്ഥിരം കറി. കഴിഞ്ഞ ദിവസം ഞാൻ ഈ തക്കാളി ചേർത്തുണ്ടാക്കില്ലേ, അപ്പച്ചൻ ഈ മുളക് അരച്ച കറിയൊക്കെ അപ്പച്ചൻ അന്ന് ആ കറി കൂട്ടി ടൊമാറ്റോ ചേർത്ത്. അന്ന് 5 എണ്ണം റേച്ചാൻ കൊണ്ടുവന്നായിരുന്നല്ലോ. 3 എണ്ണം ഞാൻ എടുത്തു. 3 നല്ല വെള്ളയായിരുന്നു, ഒട്ടും അങ്ങനെ ബ്ലാക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് റേച്ചാനും അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇനി 2 എണ്ണം ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നു, ഈ ചൂര തന്നെ. അറിയത്തില്ല, ഞാൻ പോയില്ല. എൻ്റെ ഫ്രണ്ട് എന്നെ പറഞ്ഞ് അവിടെ ചൂര ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ മീൻകറി അടപ്പത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മോരുകറിയും കൂടെ ഒന്ന് കാച്ചാന്ന് വെച്ച്. അപ്പോൾ അത് അപ്പുറത്ത് അടപ്പത്തിരിപ്പുണ്ട്. അപ്പോഴത്തേക്കിന് ഇത് വറ്റി വന്ന ഉടനെ ഇതിലിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ചൂരത്തല ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂരത്തല. അപ്പോൾ ആ തലയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാനിരിക്കുന്നത്. അതിനെ നോട്ടമിട്ട് വെച്ചേക്കും കേട്ടോ. അതിൻ്റെ അകത്ത് കണ്ണ് പ്രൈസിന് ഇഷ്ടമാണ്, അല്ലാതെ അവനിഷ്ടമല്ല. അപ്പോഴേ ഞാൻ ഇന്നലെ ഇൻട്രോ പറഞ്ഞെ മറന്നുപോയി. കൊച്ചിൻ്റെ എക്സാം ഇന്ന് തുടങ്ങുക, പോൾമോൻ്റെ. എല്ലാവരും പ്രാർത്ഥിക്കണേ. രാവിലെ അവനങ്ങ് ടെൻഷൻ പോയി. 11 മണിക്ക് എക്സാമെങ്കിൽ ഇന്ന് നേരത്തെ പോയി. ഇന്നലെ പോയി എല്ലാം നോക്കിയായിരുന്നു എവിടെ സീറ്റെന്നൊക്കെ. അപ്പോൾ രാവിലെ കോഫി കൊടുത്തിട്ട് അത് വേണ്ട വെപ്രാളം.
കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചാൽ പിന്നെ ഞാൻ അരമുറി ദോശ വാരി കൊടുത്ത്. ഇനി 11 തൊട്ട് 3 മണിക്കൂറത്തെ എക്സാമാണ്. 2 മണി വരെ ഉണ്ട്. പിന്നെ ഇനി എത്തുമ്പോൾ ഒരു സമയമാകത്തില്ലേ. പിന്നെ രാവിലെ ചർച്ചിലെ അങ്കിള് പാസ്റ്റർ മീൻസ് ഞങ്ങളുടെ രായിച്ചാനും തങ്കച്ചാനും അമ്മയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച്. രായിച്ചാൻ പ്രൊഫസറായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ടെൻഷനൊന്നും എടുക്കരുത്, സാവകാശമെല്ലാം എഴുതണം, പെട്ടെന്നെല്ലാം പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് ഇറങ്ങി എളുപ്പം വരരുത്, എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് ഇരുന്നിട്ടൊരു സമാധാനവും വരുന്നില്ല. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കണേ. മോന് വേണ്ടി മാത്രമല്ല, എക്സാം നടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. അവരുടെ പഠിച്ചതെല്ലാം അവർ ഓർത്തെഴുതി നല്ല റിസൾട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഉച്ചക്കത്തെ വരെയുള്ള വീഡിയോ ഇതായിരുന്നേ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. അപ്പം തോരൻ ഞാനൊരു പാത്രത്തിലോട്ടങ്ങാക്കി. കുറച്ച് ബാക്കി ഉള്ളത് ഞാനെടുത്തങ്ങ് വേറെ മാറ്റി വെച്ചിട്ട് തണുക്കുന്നുണ്ടെങ്കിൽ അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.